നരകത്തിൻ്റെതായ അവിടുത്തെ ജനങ്ങളുടേതായ കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, ഞാൻ മുന്നറിയിപ്പുകാരനാ. സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത, നരകത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഞാൻ ഈ സമുദായത്തിലോട്ട് എന്നെ അള്ളാഹു അയച്ചത്. എന്നെ പ്രവാചകനായിട്ട് ഈ നിയോഗിച്ചതിൻ്റെതായ പിന്നിലുള്ള ലക്ഷ്യം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, നരകവും ശിക്ഷയും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കലും എന്റെ കടമയാണ്, എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന ദൽവൻ മിൻ ഗസ്സാഖിൻ യുഹറാഖു ഫിദ്ദുനിയാ ലഅൻതന്ന അഹ്ലദ്ദുനിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നരകവാസികളുടെ മുറിവുകളിൽ നിന്ന്, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ മുറിവുകളിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകുമല്ലോ, ആ മുറിവുകളിൽ നിന്ന് ചലങ്ങൾ ഒഴുകുമല്ലോ, ആ ചലത്തിൽ നിന്നുമുള്ളതായ ഒരു തൊട്ടിയെങ്ങാനും ചെറിയ ഒരു ഭാഗമെങ്ങാനും ഈ ഭൂമി ലോകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അതിന്റെ ദുർഗന്ധമുണ്ടല്ലോ ഈ ദുനിയാവ് ഭൂമി മുഴുവനും പരക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതായ ഒരു ചെറിയ ഒരു ചീഞ്ചലത്തിന്റെ കണക്കാണ് പറഞ്ഞത്. ചലങ്ങളുണ്ടല്ലോ, മുറിവിൽ നിന്ന് മുണങ്ങുന്നതായ വരുന്നതായ കണ്ടാൽ തന്നെ നമ്മൾ അറയ്ക്കുന്നതായ നമ്മുടെ ശരീരത്തിന്റെ കാലുകളിൽ നിന്നാകട്ടെ കൈകളിൽ നിന്നാകട്ടെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്നും വല്ലാത്ത ഒരു ചീഞ്ചലം ചലമൊഴിക്കാറുണ്ട്. ഒലിക്കുന്നവരുമുണ്ട്, ഒലിക്കാത്തവരുമുണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയായിരിക്കും. ആ അസ്വസ്ഥതയുണ്ടല്ലോ, അതിൽ നിന്നും ഒഴുകുന്നതായ ചീഞ്ചലമുണ്ടല്ലോ, അതിൽ നിന്നും ഒരു തൊട്ടിയെങ്ങാനും ഈ ദുനിയാവിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ لأنتن أهل الدنيا يهراق في الدنيا لأنتن أهل الدنيا. ഭൂമി മുഴുവനും ദുർഗന്ധത്തിലാവുന്നതാണ്, ഭൂമി മുഴുവനും ദുർഗന്ധം വമിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ, ഖുർആൻ ഓതലുകൾ, നിസ്കാരങ്ങൾ, അല്ലാഹുവുമായിട്ടുള്ളതായ ബന്ധം, അല്ലാഹുവിന്റെ ദീനിന്റെ ക്ലാസ്സുകളുമായിട്ടുള്ള ബന്ധം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നരകം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആവശ്യം തന്നെയാണ് അല്ലേ, നമ്മൾ ആ ലിസ്റ്റിൽ പെടാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി